സോണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒർഹിബയെ കാണിക്കും. അവളാണെങ്കിൽ ആകെ സാഡായിട്ടിരിക്കുകയാണ്. കാരണം പതിയെ പതിയെ ഐസൻ ഒർഹിബയെ അവരുടെ ടീമിലെ ഒരു ഹോളോ മെമ്പറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവളെ കൊണ്ട് പല ബാഡായിട്ടുള്ള കാര്യങ്ങളും അവൻ ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അവളിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാനാണ് അവന്റെ ഉദ്ദേശം. മാത്രമല്ല അവളെ മെന്റലി ടോർച്ചർ ചെയ്ത് അവളുടെ പവറിനെ വളരെ മോശമായിട്ട് അവനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഇച്ചിഗോയെ കാണിക്കും. അവനാണെങ്കിൽ ഏതോ ഒരു വഴിയിലൂടെ അങ്ങനെ ഉഷാറായിട്ട് ഓടി വരികയാണ്. അപ്പൊ അവന്റെ തൊട്ട് പിന്നിലായിട്ട് ഇച്ചിഗോയുടെ പേര് വിളിച്ച് ആ കുഞ്ഞി ഹോലോ പെണ്ണ് അവളെ കണ്ട് ഹീറോ അവനങ്ങനെ ഷോക്ക് ആവുകയാണ്. ഹീറോ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞി ഹോലോ പെണ്ണ് അവളാണെങ്കിൽ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. ഹീറോ ആണെങ്കിൽ അവളോട് പറയും, ആർ അൺബിലീവബിൾ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഞങ്ങളുടെ പിന്നാലെ വരാൻ പാടില്ല എന്ന്. നിന്റെ ബ്രദേഴ്സ് അവരെവിടെ? തനിച്ചാക്കിയാണോ നീ എന്റെ പിന്നാലെ വന്നേന്ന് ചോദിക്കും. ആ ചോദ്യം കേട്ട് അവൾ ഞെട്ടുകയാണ്. അവൾ അപ്പോഴായിരിക്കും അവളുടെ ബ്രദേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. അവരെ വിട്ടാണ് അവൾ ഒറ്റയ്ക്ക് ഇപ്പൊ ഇവിടേക്ക് എത്തിയത്. അവർ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ സമയം ഇപ്പൊ ഹീറോ ആണെങ്കിൽ ഒരു പ്രത്യേകതര ഹോലോ പവർ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. എനിക്ക് മനസ്സിലാവും വലിയ പവറുള്ള ഏതോ ഒരു ഹോലോ അവിടേക്ക് വരുന്നുണ്ടെന്ന്. അവനത് ചിന്തിക്കേണ്ട അടുത്ത നിമിഷം അരങ്കാർ ഹോലോ ആണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. അതിനെ കാണേണ്ട താമസം ഹീറോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിനെ വെട്ടിത്തിരിപ്പിച്ച് ഐസായിട്ട് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു ഹോലോ അരങ്കാർ അതങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ ഹീറോയുടെ മുൻപിലേക്ക് വരും. ആ ഒരു അരങ്കാറാണെങ്കിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ കളിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതിന്റെ പിരിയളകയും ചിന്തിച്ച് അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ അരങ്കാർ അതിനെ അവർക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവൻ പവർഫുൾ ആയ അരങ്കാറാണോ അല്ലയോ എന്നൊക്കെ ചിന്തിച്ച് അല്പനേരം ഹീറോ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഹീറോ ആ കുഞ്ഞിപ്പെണ്ണ ഹോലോയെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഇപ്പോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഹീറോ വമ്പൻ ആക്ഷനും പവറും ഒക്കെ ഉപയോഗിച്ച് അവനെ പഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഹീറോയുടെ ഓരോ പഞ്ചും അവൻ ഡാൻസ് കളിച്ച് ഈസായിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് ഒഴിഞ്ഞു മാറി എല്ലാ പഞ്ചിൽ നിന്നും രക്ഷപ്പെടും. അവനാണെങ്കിൽ ഡാൻസ് കളിക്കുന്തോറും അവന്റെ പവർ അങ്ങനെ കൂടി വരും. ഡാൻസ് ഒക്കെ കളിച്ച് അവൻ ഹീറോയെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ കറങ്ങി വരുമ്പോ അവന്റെ കാല് തട്ടി അവനൊരു ചുമരിൽ പോയി ആഞ്ഞെട്ടിക്കും. അത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ചുമരിലിടിച്ച് അവനാണെങ്കിൽ അങ്ങനെ കറങ്ങി താഴെ വീഴും. അതിനുശേഷം അവൻ പതിയെ എഴുന്നേക്കാണ്. അവൻ ഇടിച്ച ആ ചുമര് അതാണെങ്കിൽ കുറേശ്ശെ അങ്ങനെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. ഹീറോ ആണെങ്കിൽ അത് നോക്കി നിൽക്കുന്ന അതേ സമയം ആ ഒരു ബിൽഡിങ് അത് തകർന്ന് ഒരു വലിയ കല്ല് അതങ്ങനെ ഇച്ചികയുടെ തലയിൽ വീഴുകയാണ്. അത് കണ്ട് ആ ഹോലോ പെൺകുട്ടിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അടുത്ത നിമിഷം അവളുടെ തലയിലേക്കും ആ ബിൽഡിങ്ങിന്റെ ഒരു കഷ്ണം അത് അങ്ങനെ വന്ന് വീഴും. കരയുന്നത് കണ്ട് ഇപ്പൊ ഇച്ചികോ അവളെ സമാധാനിപ്പിക്കാൻ അവളുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവൾ പൊട്ടിച്ചിരിച്ച് ഇച്ചികയോട് പറയും, ഞാൻ നിന്നെ പറ്റിച്ചതാണ്. എന്റെ തലയില് എന്റെ ഹോളോ മാസ്ക് ഉണ്ട്, അതിലാണ് ആ ബ്രിക്ക് വന്ന് വീണത്. സോ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവര് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഇപ്പോ ആ ഒരു ഹോലോ അതാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. ആ സോൾ റിപ്പർ ആണെങ്കിൽ ഇപ്പൊ ഉച്ചത്തിൽ ബഹളമൊക്കെ വെച്ച് അവരുടെ അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആശാമാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചു കൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ ആ ഹോലോയുടെ കാര്യം മറന്നുപോയി. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇച്ചിക്കോ ആണെങ്കിൽ ആ ഒരു അലങ്കാരനെ നോക്കും. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും പോകാൻ അനുവദിച്ചുകൂടെ? ഞങ്ങളാണെങ്കിൽ നല്ല ടയേർഡാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് അകത്തേക്ക് പോകണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അവളെ രക്ഷിച്ച് തിരികെ കൊണ്ടുപോകണം. അതിന് അരങ്കാറാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് ഞാൻ ആരാണെന്നറിയോ? ക്യാപ്റ്റൻ ഐസന്റെ സെക്യൂരിറ്റീസിൽ പെട്ട ഒരാളാണ്. ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ അകത്തേക്ക് കടത്തി വിടില്ല. മാത്രമല്ല എന്റെ കൈകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലും. ഹീറോ ആണെങ്കിൽ അവന്റെ പവർ കണ്ടും അതുപോലെ തന്നെ അവന്റെ അരങ്കാർ നമ്പറിന്റെ വ്യത്യസ്തത അതൊക്കെ കേട്ടും വണ്ടറടിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ CCTV റൂം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ആൾക്കാർ ഓരോ ഭാഗത്തേക്ക് പോകുന്ന കാര്യങ്ങൾ CCTVയിലൂടെ അങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കും. ഹൗസറാണെങ്കിൽ അകത്തേക്ക് വന്ന് ഇപ്പൊ CCTVയിലുള്ള ഫുട്ടേജ് അത് നോക്കി നിൽക്കുകയാണ്. അതേസമയം ഗിന്ന് അവൻ 1000 കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുന്ന കണ്ട് വണ്ടറടിക്കുകയാണ്. അവനെ കൊണ്ട് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. 1000 ആണെങ്കിൽ ഗിന്നിനോടും അവിടെയുള്ള സെക്യൂരിറ്റീസിനോടും പറയും, നമ്മൾ കരുതിയതുപോലെയല്ല ഇൻക്ലൂഡേഴ്സ് അവര് ഒരുപാട് പേരുണ്ട്. അവർ ഓരോ ഭാഗത്തേക്കും സ്പ്രെഡായി പോയാണ് ഒർഹിബയ്ക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നത്. സോ എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരുപാട് ഹോലോസിനെയും അരങ്കാസിനെയും ഒക്കെ തന്നെ നമുക്ക് നഷ്ടാവും. അത് മാത്രമല്ല ഇച്ചിഗോൺ ടീം അവരിപ്പോ ഫൈറ്റ് ചെയ്യുന്നത് 3 ഡിജിറ്റ് അരങ്കാസുമായിട്ടാണ്. അവർ വളരെ പവർഫുൾ ആണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആണ്. നോക്കി നിന്നിട്ട് കാര്യമില്ല. എത്രയും വേഗം റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി കൂടുതൽ അരങ്കാസിനെ അവിടേക്ക് അയക്കണം.
കട്ട് ചെയ്താ ഇവിടെ ഇച്ചികോയെയും ആ അരങ്കാറിനെയും കാണിക്കും. അരങ്കാറാണെങ്കിൽ ഹീറോയുടെ എല്ലാ പഞ്ചിനെയും ബ്ലോക്ക് ചെയ്ത് അവന്റെ കയ്യിൽ അച്ചറം പൊച്ചറം ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി ഹീറോ ഉച്ചത്തിൽ നിലവിളിക്കും. ആ അരങ്കാറാണെങ്കിൽ നിർത്താതെ ഹീറോയുമായിട്ട് വീണ്ടും പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്താ ഇവിടെ കണ്ണാടി പയ്യൻ അവന് ഒറിഹിബയെ അന്വേഷിച്ച് ഇപ്പൊ ഏതോ ഒരു ഭാഗത്തേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ മറ്റൊരു അരങ്കാർ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവൻ ആ അരങ്കാറിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് ഒരുപാട് പവർ ഉണ്ടെന്ന്. ഡിഫറെന്റ് ആയ ഡ്രസ്സിൽ അതിങ്ങനെ കണ്ണാടി പയ്യന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ അതിന്റെ അടുത്തേക്ക് വന്ന് അതിനെ സൂക്ഷിച്ചു നോക്കും. അതേസമയം ഇവിടെ മുടിയൻ അവനും എന്റെ ഓപ്പണന്റിന്റെ മുൻപിൽ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അവന് ഒരു സംശയം പോലും തോന്നില്ല അത് പവർഫുൾ ആണെന്നതിൽ. കട്ട് ചെയ്താ ഇവിടെ ഇച്ചികോയെ ആ ഒരു ഡാൻസർ അരങ്കാറ് അച്ചറം പൊത്തറ ഇടിക്കും. അവന്റെ പവറിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹീറോ ആണെങ്കിൽ അവനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ അത് കേൾക്കാൻ പോലും കൂട്ടാക്കില്ല. 3 ഡിജിറ്റ് അരങ്കാറ് അവരൊട്ടും നിസ്സാരക്കാരല്ല. അവന്റെ ഓരോ പഞ്ചിലും ഹീറോ ആണെങ്കിൽ തെറിച്ചുപോയി ചുമരിൽ ആഞ്ഞിടിച്ച് താഴെ വീഴും. ആ അരങ്കാർ ഹോലോ ആണെങ്കിൽ ഇപ്പൊ ഇച്ചികോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. എന്നെ പോലെയുള്ള ഡിജിറ്റ് അരങ്കാസിനെ ആരെ കൊണ്ടും തോൽപ്പിക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ നിന്റെ ഫ്രണ്ട്സിന്റെ അവസ്ഥ. അവരും 3 ഡിജിറ്റ് അരങ്കാസിന് മുൻപിൽ പെട്ട് അവരിപ്പോ പൊട്ടിക്കരയുന്നുണ്ടാവും. ഹീറോ ഇച്ചിഗോ ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഹീറോയ്ക്ക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്റെ എപ്പോഴത്തെയും കൺസേൺ അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് മാത്രമാണ്. ഇവിടെ അരങ്കാറാണെങ്കിൽ വീണ്ടും ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവനെ പിടിച്ചു വലിച്ച് നിലത്താഞ്ഞടിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ മോൺസ്റ്ററിനാണെങ്കിൽ അപ്പോഴും അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ അവന്റെ ഗെയിൻ പവറിലേക്ക് പോയി ഒരു മോൺസ്റ്ററിനെ പോലായി തീരും. അതിനുശേഷം എന്തോ ഒരു പവർ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഇച്ചിഗോയുടെ തലയിൽ ആഞ്ഞടിക്കുകയാണ്. വേദനയിലും ദേഷ്യത്തിലും പകയിലും കണ്ണ് കാണാതായ ഹീറോ അവനങ്ങനെ ചാടി എഴുന്നേറ്റ് സമ്പത്ത് ഉപയോഗിച്ച് സർവ്വശക്തിയെടുത്ത് ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ അപ്പോഴും അവൻ ആ ഒരു അറ്റാക്കിൽ നിന്ന് തലനാരിഴയ്ക്ക് തെന്നി മാറും. അവനാണെങ്കിൽ അവന്റെ പവർ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഹീറോയെ തല്ലി തല്ലി കൊല്ലാറാക്കും. ഹീറോയ്ക്കാണെങ്കിൽ മര്യാദയ്ക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവനെ തിരികെ തല്ലാനോ കഴിയില്ല. കാരണം അവൻ പറഞ്ഞ വാക്കുകൾ അതങ്ങനെ ഹീറോയുടെ ഹൃദയത്തിൽ ഹീറോയുടെ മൈൻഡിൽ അവനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അവന്റെ ഫ്രണ്ട്സിന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ, ഇതുപോലെ പവർഫുൾ അരങ്കാസ് അവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് അവൻ അങ്ങനെ താഴെ വീണ് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി വേദനയിൽ കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.